അപ്പൊ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇങ്ങനെയായിരുന്നു, അതായത് ഇത് ഞങ്ങളുടെ മൂത്ത കൊച്ചാണ്, ഒന്നിനും കൊള്ളത്തില്ല, പൊട്ടത്തിയാ. ആ ഒരു ധ്യാനം എൻ്റെ ലൈഫിലെ ഭയങ്കര വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആ ഒരു സെന്റൻസ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള വന്ന ആരാധനയുടെ സമയത്ത് ഹായ്, എൻ്റെ പേര് അനു. എൻ്റെ വീട് പാലക്കാടാണ്. എൻ്റെ വീട്ടിൽ അപ്പൻ, അമ്മ, 2 അനിയത്തിമാരും 1 അനിയനുമാണ് എനിക്കുള്ളത്. അപ്പോൾ ദൈവമായിട്ടുള്ള എൻ്റെ ഈ ഒരു ലൈഫിലെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ജേർണീനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഞാനൊരു 3ാം ക്ലാസ് വരെ പഠിച്ചതൊക്കെ ബാംഗ്ലൂരായിരുന്നേ. അപ്പം ആ ഒരു കുഞ്ഞിലെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു തരുമായിരുന്നു, പറഞ്ഞു തരുമായിരുന്നു, ദൈവം എന്ന് പറയുന്നത് നീ എന്ത് ചോദിച്ചാലും നിനക്ക് തരുന്ന നിൻ്റെ അപ്പനാണെന്നുള്ളത്. ആൻഡ് ഈശോയോട് നീ സംസാരിക്കണം, നീ സംസാരിച്ച് തുടങ്ങണം എന്നുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അപ്പൻ ഇച്ചിരി സ്ട്രിക്റ്റ് ആയതുകൊണ്ടും അങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും എപ്പോഴെപ്പോഴും കിട്ടാത്തതുകൊണ്ടും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന സ്വർഗത്തിലുള്ള ATM ആണ് എൻ്റെ ദൈവം എന്നുള്ളത്. ഞാൻ എന്ത് ചോദിക്കുന്നു തരുന്ന പപ്പ, ചോദിക്കുന്നു തരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണ് ദൈവം എന്നായിരുന്നു കുഞ്ഞായിരിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതേപോലെ ഞാൻ പയ്യെ എൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ഈശോയോട് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം നമുക്കൊക്കെയും കുഞ്ഞിലെ ഒരു ഇമാജിനറി ഫ്രണ്ട് ഉണ്ടായിരിക്കുമല്ലോ, അപ്പം അങ്ങനെ ഒരാളായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാമെന്ന് വിചാരിക്കാം. പക്ഷേ ഒരു ദിവസം ഞങ്ങൾ എല്ലാ വർഷവും വെക്കേഷന് നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് ബസ്സിലായിരുന്നു. അപ്പോൾ ഈ ബസ്സിൽ വരുന്ന സമയത്ത്, ചുരമൊക്കെ കയറി വരുന്ന സമയത്ത് സാധാരണ ഞാൻ അങ്ങനെ ഛർദ്ദിക്കാറില്ലാത്ത ഒരാളാണ്. പക്ഷേ ഈ ഒരു ട്രാവലിങ്ങിൻ്റെ സമയത്ത് മാത്രം ഭയങ്കരമായിട്ട് ഛർദ്ദിക്കും. എനിക്ക് ആകെ മൊത്തം ടയേർഡായി പോകും. ഞാൻ ആകെ ഈ മരിച്ചു പോകാറുള്ളൊരു സിറ്റുവേഷൻ രീതിയിലേക്ക് അത്രയും ടയേർഡായിപ്പോയി ഛർദ്ദിച്ച്. ഇപ്പം ഞാൻ ആ ഒരു വർഷം ഞങ്ങൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഈ ഈശോയോടൊക്കെ വർത്താനം പറയാൻ തുടങ്ങി. അങ്ങനെ കൂട്ടുകൂടിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പം ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് അന്തക്കാലമല്ല, എന്നാലും ഞങ്ങൾ 2K കിഡ്സിനും ഞങ്ങൾ ജനിച്ചൊരു 5ാം ക്ലാസ്സൊക്കെ എത്തുന്ന വരെ സ്മാർട്ട് ഫോൺ ഒന്നും എത്തിയിട്ടില്ല. അപ്പം ഫോണില്ല, ഒന്നുമില്ല, ബോറടിക്കുന്നു, അങ്ങനെ ചെയ്യാനായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈശോയോട് വർത്താനം പറയാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ വർത്താനം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഈശോയെ ഇന്ന് എനിക്ക് ഛർദ്ദിക്കണ്ട, എന്നെ കൊണ്ട് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് ഈ ഛർദ്ദിക്കാൻ വരുന്ന ഒരു കേസ്, എനിക്ക് എങ്ങനെയും ഇതൊന്നും മാറ്റിത്തരാൻ വല്ല സ്കോപ്പ് ഉണ്ടോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ എന്നോട് ഈശോ പറഞ്ഞു, അതായത് ഇത് പറയുമ്പോൾ നമുക്ക് അങ്ങനെ അത് വിശ്വസിക്കാൻ തോന്നത്തില്ല, പക്ഷെ എന്നാലും എന്നോട് ഈശോ പറഞ്ഞു എന്ന് എനിപ്പോഴും വിശ്വസിക്കുന്ന കാര്യമാണ്. എന്നോട് പറഞ്ഞു, നീ ഒരു ബോട്ടിൽ 7up വാങ്ങി, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ അമ്മയോട് പറഞ്ഞിട്ട് 7up വാങ്ങി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് നേരെ ചെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈശോ പറഞ്ഞു ഒരു ബോട്ടിൽ 7up വാങ്ങിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. സാധാരണ എൻ്റെ അമ്മ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാത്ത ഒരാളാണ്, ഞങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ സമയത്ത് അമ്മ ഒരു നോ പോലും, സാധാരണ ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെ പെട്ടെന്ന് വാങ്ങിച്ചു തരത്തുമില്ല, ഇങ്ങനെ പുറത്തത്തെ ഫുഡൊക്കെ ആയതുകൊണ്ട്. പക്ഷെ ഇപ്രാവശ്യം എൻ്റെ അമ്മ ഇങ്ങനെ ഒറ്റയടിക്ക് ആണോ എന്ന് ചോദിച്ചു. നേരെ അടുത്ത സ്റ്റോപ്പിൽ ഫുഡ് കഴിക്കാൻ നിർത്തുന്ന സമയത്ത് പോകുന്നു, ഒരു 7upൻ്റെ ബോട്ടിൽ എനിക്ക് മേടിച്ചു തരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ 7up ഒക്കെ കുടിച്ച് പിന്നെ ഈശോടൊക്കെ വർത്താനം പറഞ്ഞ് പോയി ആ ഒരു ജേർണിയിലുണ്ടല്ലോ എനിക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാറുള്ള ആ ഒരു ഛർദിലിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഒരു ട്രബിളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെയും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡായിരുന്നു ഇത്. അപ്പം ഇന്ന് എനിക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും, അന്ന് എനിക്ക് വന്നുകൊണ്ടിരുന്നത് ഈ ഗ്യാസ് ട്രബിളിൻ്റെ ഇഷ്യൂസ് ആയിരുന്നു. അപ്പം നമ്മളൊരു കാർബണേറ്റഡ് ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടി ഈസാവും. ഇന്നൊരു സയൻസ് ഒക്കെ പഠിച്ച് കുറച്ചുകൂടെ അറിയാവുന്ന ഒരു കൊച്ചെന്നുള്ള നിലയിൽ നോക്കുമ്പോൾ എനിക്കത് മനസ്സിലാവും. പക്ഷേ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനതൊന്നും അറിയത്തില്ല. പിന്നെ 7up കുടിച്ച് തുടങ്ങിയ ആ ഒരു റിലേഷൻഷിപ്പ് പിന്നീട് അങ്ങോട്ട് മാറി പിന്നെ ഞാനൊരു അഭിമാനിയായിട്ടുള്ള ഒരു സൺഡേ കാത്തലിക്കായി. വീട്ടിൽ നിന്ന് തള്ളിയും ഒന്തിയൊക്കെ വിട്ട് വേദപാഠത്തിനും ഞായറാഴ്ചയ്ക്കൊക്കെ പോകുന്ന ഒരു രീതിയിലേക്ക് എത്തി. അത് കുറഞ്ഞു വന്നു ആ ഒരു റിലേഷൻഷിപ്പ്. പിന്നെ പരീക്ഷകൾക്കും പിന്നെ ഡിസംബർ സമയത്ത് ക്രിസ്മസ് വെക്കേഷൻ അല്ലെങ്കിൽ ക്രിസ്മസിന് 25 ദിവസം അച്ഛൻ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ മാത്രം ദിവസങ്ങളിൽ വള്ളി കാണുന്ന ഒരാളുമായി ഞാൻ. അങ്ങനെ പോയി കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞു, ടീനേജായി. ഒരു 10ാം ക്ലാസ്സിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് തോന്നി, ദൈവം എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചാൽ തരുന്ന ആളാണല്ലോ, അപ്പോൾ പുള്ളീനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യണമല്ലോ. വിചാരിച്ച് 10ൽ ഫുൾ A+ ഒക്കെ വേണ്ട സ്ഥിതിക്ക് 10ലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ധ്യാനത്തിന് അങ്ങ് പോയിട്ട് 10ലേക്ക് കയറാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ പള്ളിയിൽ ഒരു ധ്യാനം വന്ന സമയത്ത് അത് അനൗൺസ് ചെയ്തു അച്ഛന്മാർ, ഇങ്ങനെ ഒരു ധ്യാനം നടക്കുന്നുണ്ട് ടീംസിന് വേണ്ടിയാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ അതിന് പേര് രജിസ്റ്റർ ചെയ്ത് ഞാൻ പോയി. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഒരു ദൈവവിളി ക്യാമ്പായിരുന്നു എന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു ധ്യാനമാണെന്നുള്ളത്. പക്ഷെ ആ ഒരു ധ്യാനം എൻ്റെ ലൈഫിലെ ഭയങ്കര വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ധ്യാനം നടക്കുന്ന സമയത്ത് സ്പിരിച്വൽ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോളെ മാതാവ് പറയുന്നുണ്ട് നിന്നോട്, നീ ഒത്തിരി വിശുദ്ധിയുള്ള കൊച്ച, നിന്റെ വിശുദ്ധി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നീ ഒത്തിരി വിശുദ്ധയാണ്, നിന്റെ മാതാവ് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ പറഞ്ഞു.
ആ ഒരു വചനം അല്ലെങ്കിൽ ആ ഒരു തോട്ട് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പം പെട്ടെന്ന് ആ ഒരു സെന്റൻസ് തന്നെ എൻ്റെ പഴയ ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോവുക ചെയ്തത്. അതേപോലെ തന്നെ ഞാൻ വീട്ടിലെ മൂത്ത കൊച്ചായതുകൊണ്ട് പാർഷ്യാലിറ്റി ഒക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പം എൻ്റെ അമ്മച്ചിയൊക്കെ സിമ്പിളായിട്ട് കാഷ്വലായിട്ട് ചെയ്യുന്നത്, ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാനും എൻ്റെ അനിയത്തി ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു, അതായത് ഇത് ഞങ്ങളുടെ മൂത്ത കൊച്ചാണ്, ഒന്നിനും കൊള്ളത്തില്ല, പൊട്ടത്തിയ, പക്ഷെ ഇത് നോക്കി ഇത് ഞങ്ങളുടെ ഇളയത് ഭയങ്കര കഴിവ്, ഭയങ്കര അടിപൊളി, മൂത്തതിനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. അത് അങ്ങനത്തെ കുറേ വാക്കുകൾ, പിന്നെ നേരിട്ടിട്ടുള്ള അബ്യൂസുകൾ, ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മൊത്തത്തിൽ എന്നോട് ആർക്കെങ്കിലും സ്നേഹം ഉണ്ടെന്ന് പോലും എനിക്കൊരു വിശ്വാസമുള്ള ഒരു സമയമല്ലായിരുന്നു. ഒത്തിരി ആൾക്കാരുടെ കുത്തുവാക്കുകൾ കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒത്തിരി ദേഷ്യവും ഫ്രസ്ട്രേഷനും, പെട്ടെന്ന് ദേഷ്യപ്പെടും, പൊട്ടിത്തെറിക്കും. ഒരു പൊട്ട കൊച്ചായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ഒരു അറ്റൻഷൻ കിട്ടാത്തതിൻ്റെ അങ്ങനെ കുറേ എല്ലാം കൂടെ ഉണ്ടായിട്ടൊരു വളരെ ഒരു ഡിപ്രസീവ് ഒരു കൊച്ചായിരുന്നു ഞാൻ. ആ ഒരു സെന്റൻസ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള വന്ന ആരാധനയുടെ സമയത്ത് ഞാൻ ഈശോയുടെ മുൾമുടി ധരിച്ചിങ്ങനെ ചോരി ഒലിക്കുന്ന മുഖം കണ്ടു എൻ്റെ മുമ്പിൽ. ആൻഡ് ഹി സെഡ്, അനു, ഐ ലവ് യു ആൻഡ് യു ആർ ചോസൺ. ആ ഒരു സെന്റൻസും ആ ഒരു ഈശോയുടെ മുഖവും എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പതിഞ്ഞു. ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പം ആ ഒരൊറ്റ സെന്റൻസിന്റെ പേരിൽ പല പല ഡിപ്രസീവ് സിറ്റുവേഷൻസിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ആ ഒരു വാക്കും ആ ഒരു സെന്റൻസും എന്നെ പല സിറ്റുവേഷൻസിൽ നിന്ന് കയറാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മൊമെന്റ് ആണ് എൻ്റെ ഒരു എൻകൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം, ഈശോയായിട്ടുള്ള എൻകൗണ്ടർ. ആൻഡ് പിന്നെയും കുറേ ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് എൻ്റെ ഒരു ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, എൻ്റെ ഒരു ഇന്നർ ഹീലിംഗ് പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം ഞാനൊരു ഇന്നർ ഹീലിംഗ് റിട്രീറ്റ് കൂടാനിടയായി. ആ ഒരു സമയത്ത് എന്നെ ഉപദ്രവിച്ചവരോടും അതേപോലെ തന്നെ വേദനിപ്പിച്ചവരോടൊക്കെ ക്ഷമിക്കാനും അതേപോലെ തന്നെ അവരെ ഒത്തിരി സ്നേഹിക്കാനും എനിക്ക് പറ്റി എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു കാലത്ത് എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാന്നുള്ളത്, ഒരു സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ ഒരു അബ്യൂസോ നേരിടേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത ആൾക്കാരോടൊക്കെ ഭയങ്കര പകയായിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത്. പക്ഷെ ഇതേ സമയം ഈശോ എനിക്ക് തന്ന ആ ഒരു ഗ്രേസ് നമ്മളെയും അത് ഒരുപാട് ബാധിക്കും, ആ ഒരു ഫോർഗീവ്നെസ് കൊടുക്കാത്ത സിറ്റുവേഷൻസ് ഒക്കെ. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറ്റി എന്നെ ഉപദ്രവിച്ച ആൾക്കാരോട് ക്ഷമിക്കാനും അവരൊത്തിരി സ്നേഹിക്കാനും കർത്താവ് എനിക്ക് കൃപ തന്നുള്ളതായിരുന്നു അടുത്ത ഒരു വർഷത്തെ ഒരു വലിയൊരു പ്രോസസ്സായിരുന്നു, കാലങ്ങൾ നീണ്ട്. ഇപ്പോഴും അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ഇന്നർ ഹീലിംഗ് റിട്രീറ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വർഷം എനിക്ക് പരിശുദ്ധാത്മാഭിഷേക ധ്യാനം കൂടാനുള്ള ഒരു ഭയങ്കര വലിയൊരു ഗ്രേസ് ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സമയത്ത് പരിശുദ്ധാത്മാവിനോട് കൂട്ടുകൂടാൻ, ഈശോ തന്ന ഏറ്റവും വലിയ ഹെൽപ്പറാണ് പരിശുദ്ധാത്മാവെന്നും അതേപോലെ തന്നെ വേറെ ആരോടും ശരിക്കും നമ്മൾ ഹെൽപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല, ഈശോ നിങ്ങൾക്ക് ഞാൻ ഒരു സഹായകനെ തരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കൊണ്ടു നടക്കാൻ തന്ന ഒരു അഡ്വക്കേറ്റ് ആണ് ഹോളി സ്പിരിറ്റ് എന്ന് മനസ്സിലാക്കിയതും പരിശുദ്ധാത്മാവിനോടുള്ള കൂടുതൽ കൂട്ടുകൂടാനും അതേപോലെ തന്നെ ഭാഷാവരും ഒക്കെ കിട്ടിയ ഒരു വർഷമായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ ലൈഫ് മൊത്തത്തിൽ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഇടയിലും ഈ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരുപാട് വീഴ്ചകളിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഒത്തിരി സങ്കടങ്ങളിലൂടെ പോയിട്ടുണ്ട്, നിരാശപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, കുറേ പാപങ്ങളിൽ വീണ് പോയിട്ടുള്ള സിറ്റുവേഷൻ, തളർന്നിരുന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോലും ഭയങ്കര ധൈര്യമില്ലാത്തൊരു സിറ്റുവേഷൻസിലൂടെ ഒക്കെ പോയ സമയത്തും പരിശുദ്ധാത്മാവ് എന്നെ കൈവിട്ടില്ല. ഈശോയുടെ ആ വലിയ കരുണയും സ്നേഹവും കൈവിടാതെ കൊണ്ടു നടന്നു എന്നുള്ളതാണ്. ഇത്രയും വർഷത്തെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ ഒരിക്കലും ഒരു നല്ല ഫ്രണ്ടോ നല്ലൊരു ഡോട്ടറോ ഒന്നും അല്ലായിരുന്നു കർത്താവിന്. പക്ഷേ ഈശോ എൻ്റെ ഒരു ബെസ്റ്റ് ബ്രദറും പരിശുദ്ധാത്മാവും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് പിതാവായ ദൈവം ആ ഒരു ഡോട്ടർലി ലവും തന്നെ എന്നെ കൊണ്ട് നടക്കുന്നത് എനിക്കിപ്പോഴും അറിയായിരുന്നു. ആൻഡ് ഒരു സമയത്ത് ഞാൻ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഒരു കൊച്ചിനെ കണ്ടപ്പം വേറൊരു പ്രോഗ്രാമിന് വോളണ്ടിയർ ചെയ്തപ്പോൾ കണ്ടുപിട്ടിയ കൊച്ചായിരുന്നു. അപ്പം ആ കൊച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അനുവിനെ എനിക്കറിയാം, അന്ന് പനി പിടിച്ചെടുത്തപ്പോൾ എന്നെ നോക്കിയ കൊച്ചല്ലേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ചിന്തിച്ച, അല്ലെങ്കിൽ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചിന്തിച്ച ഒരു കാര്യമായിരുന്നു, ഓരോരുത്തരും നമ്മൾ ഓർത്തോർത്ത് വെക്കുന്നത് ഓരോരോ കാര്യത്തിനായിട്ടാണ്. പലരും പല രീതിയിലാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത്. ചിലർ നമ്മൾ ഓർത്ത് വെക്കുന്ന ഒത്തിരി ദേഷ്യമുള്ള കൊച്ച്, അല്ലെങ്കിൽ നമ്മൾ വേദനിപ്പിച്ച ആൾക്കാർ. ചിലർ ഓർത്ത് വെക്കുന്നത് എന്തോ ഒരു അത്യാവശ്യ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്ത ആള്, അല്ലെങ്കിൽ ചിലർ നമ്മൾ ഓർത്ത് വെക്കുന്നത് അവൾ നല്ലൊരു കൊച്ച്, നല്ലൊരു മോളാണ്. ചിലർ ഓർത്ത് വെക്കുന്നത് അവൾക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെ ഓരോ ട്രെയ്റ്റ് വെച്ചിട്ടാണ് പല രീതിയിൽ പല ആൾക്കാരും നമ്മൾ ഓർത്ത് വെക്കുന്നത്. അതിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. ആൻഡ് ദെയർ കംസ് ഗോഡ്. അത് കഴിഞ്ഞിട്ട് ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം അറിയും, നമ്മുടെ നെഗറ്റീവ്സ് അറിയാം, പോസിറ്റീവ്സ് അറിയാം, നമ്മൾ ചെയ്ത പാപങ്ങൾ അറിയാം, നമ്മൾ കടന്നു പോകുന്ന വഴികൾ അറിയാം. പക്ഷെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മൊത്തത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവായിട്ടുള്ള ഒരു ദൈവം ഉണ്ടെന്നുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. ആ ഒരു മനോഹരമായിട്ടുള്ള തിരിച്ചറിവ് നമുക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലൈഫിനെ ഉജ്ജീവിപ്പിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്നേഹം വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.